Dear students, in this video, we will continue with the Fourier series, that is Fourier series part 5. നമ്മൾ Fourier series പാർട്ട് 1, 2, 3, 4ൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സമ്മ് മൈനസ് എൽ പ്ലസ് എൽ എന്ന് പറയുന്ന 2π പീരിയോഡിക് ഇൻ്റർവെല്ലിലുള്ള അതിൻ്റെ സമ്മ് ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മൈനസ് പൈ പ്ലസ് പൈ എന്ന് പറയുന്ന 2π പീരിയോഡിക് പീരിയോഡിക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് ആ ലാംഡ മുതൽ ലാംഡ പ്ലസ് 2π എന്ന് പറയുന്ന 2π പീരിയഡിൽ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ സമ്മ് ഡിഫൈൻ ചെയ്തു. ഇത് നമ്മൾ ആൽഫ ലാംഡ ടു ലാംഡ പ്ലസ് 2πയിലുള്ള കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യുകയാണ്. ഇതിനകത്ത് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് പോവുക, ഹാഫ് റേഞ്ചിലേക്ക് പോവുകയാണ്. Okay, we can continue. Then, example 12. Find the Fourier series of the function f of x equal to x sin x. 0 less than x less than 2π. ഇവിടെ എക്സ് സൈൻ എക്സ് ആണ്. എക്സ് സൈൻ എക്സ് വെച്ച് നമ്മൾ പല പ്രോബ്ലവും ചോദിക്കും. മൈനസ് പൈ ടു പ്ലസ് പൈയിൽ ചോദിക്കും, 0 to 2πയിൽ ചോദിക്കും, മൈനസ് എൽ പ്ലസ് എല്ലിൽ ചോദിക്കും. അപ്പോൾ പല പീരീഡ് 2π ആയിട്ടുള്ള പല പീരീഡിലും ഇത് ചോദിക്കാം, അല്ലെങ്കിൽ പീരീഡ് 2l ആയിട്ടുള്ള പീരീഡിലും ചോദിക്കാം. ഇവിടെ 0 to 2π ആണ്. അപ്പോൾ നമ്മൾ അതിന് നോക്കാം. ഇവിടെ 0 to 2πയിലാണ് ഇത്, ഈ ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് എ നോട്ട് എന്ന് പറയുന്നത്? എന്താണ് എ നോട്ട് ഈക്വൽ ടു 1/π 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സൈൻ എക്സ് ആണ്. എക്സ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് യു ആയിട്ട് എടുക്കുക, ഇത് വി ഡാഷ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? 1/π പുറത്ത് വന്നു, എക്സ് അവിടെ എഴുതി, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് 0 to 2π. പിന്നെ മൈനസിലേക്ക് പോയ മൈനസ് അത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അത് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇത് പ്ലസ് ആകും. ഓക്കെ, ഇനി നമ്മൾ ഇത് അതുപോലെ തന്നെ 1/, എഴുതി ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇതിന് എക്സിന് അപ്പർ ലിമിറ്റ് 2π മൈനസ് കോസ് 2π. ലോവർ ലിമിറ്റ് കൊടുത്ത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി. അതുകൊണ്ട് ലോവർ ലിമിറ്റ് ഇല്ല, അപ്പർ ലിമിറ്റ് മാത്രം. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുത്തു, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ ഇൻ്റഗ്രൽ, ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. കോസ് എക്സിന് ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സിന് അപ്പർ ലിമിറ്റ് 2π കൊടുത്താലും ലോവർ ലിമിറ്റ് 2π കൊടുത്താലും ഇത് 0 ആയിപ്പോയി. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, പയ്യും കൂടെ പോയി. അപ്പോൾ എന്താ വരിക? മൈനസ് 2π. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? ഈ മൈനസ് 2 ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് -2. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു -2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ നോട്ട് ഈക്വൽ ടു -2. ഇനി എ എൻ എന്താന്ന് നോക്കാം. എ എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് സൈൻ എക്സ് കോസ് എൻ എക്സ്. ഈ എക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ബാക്കിയുള്ളത് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഈ സൈൻ എക്സ് കോസ് എക്സിനെ നമ്മൾ ഈ ഫോർമുല ചോദിച്ചു, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിനെ ഈ ഫോർമുല. സൈൻ എ കോസ് ബി എന്താ? സൈൻ എ പ്ലസ് ബി, അതായത് സൈൻ 1x പ്ലസ് എൻ എക്സ്. അപ്പോൾ സൈൻ 1 പ്ലസ് എൻ എക്സ്, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി, സൈൻ 1 മൈനസ് എൻ, സൈൻ 1 മൈനസ് എൻ എക്സ് ഡിവൈഡ് ബൈ 2. ആ ഫോർമുലയിലാണ്, അത് ഓർമ്മ വേണം. ആ ഫോർമുല അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇനി നമ്മളെന്താ ഈ 2 കൂടെ പുറത്തോട്ട് വന്ന് 2π 1/2π. ഇതിനെ നമ്മൾ എക്സ് ഇൻറ്റു ഇത് എഴുതി, അതാണ് എക്സ് ഇൻറ്റു സൈൻ 1 പ്ലസ് എൻ എക്സ്, അതിവിടെ എഴുതി ഡി എക്സ്. ഇതെന്താ? എക്സ് ഇൻറ്റു സൈൻ 1 മൈനസ് എൻ എക്സ് ഡി എക്സ്. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ അതുപോലെ എഴുതി. ദെൻ ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 1/π 2π
ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ 1 പ്ലസ് എൻ എക്സ് ഇന്റഗ്രൽ എന്താ മൈനസ് കോസ് 1 പ്ലസ് എൻ എക്സ് ബൈ 1 പ്ലസ് എൻ മൈനസ് 0 to 2 പൈ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന് ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ സൈൻ 1 മൈനസ് എൻ എക്സിൻ്റെ സോറി അതല്ല അവിടെ നമ്മൾ ഓക്കെ ഇതിൽ ഇവിടെ ഇതല്ല, ഇത് നമ്മൾ അപ്പർ ലിമിറ്റ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അതിന് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻക്ലൂഡ് ഇനി ഇതിൻ്റെ നമ്മൾ സെക്കൻഡ് ആണ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അത് 1 ആണ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ 1 പ്ലസ് എൻ എക്സ് അതെന്താ മൈനസ് കോസ് 1 പ്ലസ് എൻ എക്സ് ബൈ 1 പ്ലസ് എൻ ഇതാണ്. അപ്പം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് ഇത്. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 1/2 പൈ പുറത്തുണ്ട്. ഈ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ മൈനസ് കോസ് 1 മൈനസ് എൻ എക്സ് ബൈ 1 മൈനസ് എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇതിൻ്റെ ഇൻ്റഗ്രല് അത് ഇത് തന്നെയായിരിക്കും മൈനസ് കോസ് 1 മൈനസ് എൻ എക്സ് ബൈ 1 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഏതൊക്കെയാണ്? ഇതിൻ്റെ ഇൻ്റഗ്രല് നമുക്ക് ഇത് കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രല് നമുക്ക് ഇത് കിട്ടി. ഓക്കെ. ദെൻ ഇതിന് നമ്മൾ ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് ഇതായി 2 പൈ പുറത്തെടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുക 2 പൈ ഇൻറ്റു മൈനസ് കോസ് 1 പ്ലസ് എൻ 2 പൈ ബൈ 1 പ്ലസ് എൻ. ലോവർ ലിമിറ്റ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോവും. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഇനി ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി കോസ് 1 പ്ലസ് എൻ എക്സ് ബൈ 1 പ്ലസ് എൻ. കോസ് 1 പ്ലസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? സൈൻ 1 പ്ലസ് എൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ. 1 പ്ലസ് എന്നും 1 പ്ലസ് എന്നും കൂടെ 1 പ്ലസ് എൻ സ്ക്വയർ ആയി. അതാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് 2 പൈ, ലോവർ ലിമിറ്റ് 0. അപ്പം ഇതിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെയാണ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പൈ മൈനസ് കോസ് 1 മൈനസ് എൻ 2 പൈ ബൈ 1 മൈനസ് എൻ ഡിവൈഡ് ബൈ 1 മൈനസ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ഇനി ഇത് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് 1 മൈനസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 1 മൈനസ് എൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എൻ. 1 മൈനസ് എന്നും 1 മൈനസ് എന്നും കൊടുക്കുമ്പോൾ ഇതായി ഇങ്ങനെ കിട്ടി. ഓക്കെ. ദെൻ നമുക്ക് ഇതിൻ്റെ ആണ് നോക്കണ്ടേ. ഇതിൻ്റെ ഇൻ്റഗ്രലാണ് 1/2 പൈ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പൈ ആണ്. 2 പൈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്തായി പോവും? ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ കോസ് 1 പ്ലസ് 2n പൈ ഇത് 1 ആവും. ഇത് 1 ആയി പോവും. അപ്പോൾ ഈ മൈനസ് ഉണ്ടാവും. മൈനസ് 2 പൈ ബൈ 1 പ്ലസ് എൻ. അതാണ് ഇത് മൈനസ് 2 പൈ ബൈ 1 പ്ലസ് എൻ. ഇത് സൈന് എക്സിന് 2 പൈ കൊടുക്കുമ്പോൾ 0 0. അതുകൊണ്ട് ഇവിടുന്ന് ടേമൊന്നുമില്ല, അതൊന്നുമില്ല. ദെൻ അതാണ് അവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആകെ കിട്ടുന്നത് ഇവിടുന്ന് വരുന്നത് ഇത് മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ ഇത് ആദ്യത്തെ പാർട്ടിൻ്റെ ഈ 2 പൈയും ഇതിൻ്റെ അകത്ത് നിന്ന് 1ഉം ഇത് 1. അതാണ് നമുക്കിവിടെ കിട്ടിയത്. ഇത് പോയി. ഇനി ലോവർ ലിമിറ്റ് രണ്ടാമത്തെ പാർട്ടി നോക്കാം. രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന്
1/2π. ഇതായിരിക്കും. ഇത് എത്രയായിരിക്കും? ഇത് 2π, cos 1 - n 2π എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്. അപ്പൊ 2π ഇൻറ്റു -1, ഇത് -1 -2π/1 - n. ഇതിന് ഏത് വാല്യൂ കൊടുത്താലും ഇത് 0 ആയി പോകും. ഇതാ എക്സിന് 2π അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും 0 ആയി പോകും. അപ്പൊ ഇതില്ല. അപ്പൊ ഇവിടുന്ന് വന്നത് ഇതേ ഉള്ളൂ. ഈ മൈനസും പുറത്തെടുത്തു. അതാണ് 2πയും 2πയും ക്യാൻസൽ ചെയ്ത് പോയി. 2πയും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് 1/1 + n പ്ലസ് 1/1 + n മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? -2/1 -n². ഇതാണ് an. ഇതിനെയാണ് നമ്മൾ an എന്ന് പറഞ്ഞാൽ. an = -2/1 - n². a0 നമുക്ക് കിട്ടി. a0 എന്താ കിട്ടിയത്? a0 -2 ആണ്. a0 = -2. സിമിലർലി നമ്മൾ ഇനി bn കാണണം. bn നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ an കണ്ട പോലെ തന്നെ bn കണ്ടു കഴിഞ്ഞാൽ bn 0 ആയി പോവും. അത് നിങ്ങൾ സ്വന്തം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെന്തായിരിക്കും? ½ a0 + σ an cos nx plus bn sin nx. അപ്പം bn 0 ആയി പോയി. a0 -2/2, that is -1. ഇനി ഈ -2 പുറത്തോട്ട് എടുത്തു. ഇതാ ഈ anന്റെ ഈ -2 പുറത്തേക്ക് എടുത്തു. പിന്നെയുള്ളത് എന്താണ്? കോസ് anന്റെ -2 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്? 1/1 - x², 1/1 - n² ഇൻറ്റു cos nx. അതായത് എഴുതിയിരിക്കുന്നത് cos nx. ഉണ്ടോ? ഇത് വന്നു. ഈ anന്റെ അകത്തുനിന്ന് ഈ -2 പുറത്തോട്ട് എടുത്തു. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ഈ anന്റെ അകത്ത് -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ ഇവിടെ -2 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ anന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഈ anന്റെ സ്ഥാനത്ത് 1/1 - n² ആണുള്ളത്. ഉണ്ടോ? അപ്പം ½ a0 എന്നുള്ളത് -1 ആയി. -2 ഇതായി. -2 ഇവിടെ വന്നു. -2 ഇതാ -1 ഇവിടെയായി. ഈ -2 ഇവിടെ വന്നു. ഇനി സിഗ്മ ഇവിടെ വിട്ടു. ഇനി എന്താ? 1/1 - n² cos nx. അതാണ് f(x)ന്റെ വാല്യൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ 13. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f(x) = sin x 0 < x < π and equal to 0 π < x < 2π. Also evaluate the series 1/1 × 3 minus 1/3 × 5 plus 1/5 × 7. Then a0 എന്താണ്? a0 = 1/π എന്താണ്? 0 to π sin x dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π. sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് cos x ആണ്. 0 to π. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/π ഇൻറ്റു cos x-ന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് cos π -1 മൈനസ് cos 0 -1. ദാറ്റ് ഈസ് മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π. അതാണ് a0 = 2/π. അത് കുട്ടികൾ ചെയ്ത് നോക്കണം. a0 = 2/π. ഓക്കെ. ദെൻ അടുത്ത് നമുക്ക് an ആണ്. an നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക. anന്റെ ഫോർമുല ഉപയോഗിച്ച് സ്വന്തം കണ്ടുപിടിക്കുക. അതെല്ലാവരും സ്വന്തം കണ്ടുപിടിച്ചോണം. an നമുക്ക് ഇങ്ങനെ കിട്ടുക. an ഇങ്ങനെ കിട്ടും. 2/π 1/1 - n² when n is even and equal to 0 when n is odd.
ഞാൻ ബി എൻ കണ്ടുപിടിക്കാം. ബി എൻ ഈക്വൽ ടു 1/π 0 to 2π f(x) sin nx dx. അപ്പോൾ 0 to πയിൽ മാത്രമേ ഡിഫൈൻ ചെയ്യുള്ളൂ. 0 to πയിൽ f(x) എന്താ sin x ആണ്. sin x sin nx dx. ഇനി sin a sin b എന്തായിരുന്നു? sin a sin bയുടെ ഫോർമുല sin a മൈനസ് ബി ബൈ sin a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി ആണ്. ഡിവൈഡ് ബൈ 2. അതാണ് sin a sin b ഈസ് ഈക്വൽ ടു sin a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി ഡിവൈഡ് ബൈ 2. ആ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഇതിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം sin 1 മൈനസ് എൻ എക്സ് മൈനസ് cos 1 പ്ലസ് എൻ എക്സ് ഡിവൈഡ് ബൈ 2. ആ ഫോർമുലയാണ്. ഓക്കെ. ദെൻ ഇതിനെ രണ്ടായിട്ട് ഈ 2 പുറത്തെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? cos 1 മൈനസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടി? sin 1 മൈനസ് എൻ എക്സ് ബൈ 1 ബൈ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ. ഈ മൈനസ് ഇവിടെ വന്നു. cos 1 പ്ലസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ sin 1 പ്ലസ് എൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ. ശ്രദ്ധിച്ചോണം, ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ n ഈക്വൽ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് എന്നിന് 1 കൊടുക്കാതെ എന്നിന് 1 മുതൽ n ഈക്വൽ ടു 1 2 3 എന്നാ പോവുക. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 മൈനസ് 1 0 ഇൻഫിനിറ്റി ആയി പോകും. അത് കൊടുക്കാൻ പാടില്ല. n 1 അപ്പോൾ n 1 കൊടുക്കാതെ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. n 1 കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്നിന് 1 ഒഴികെ വേറെ ഏത് വാല്യൂ കൊടുത്താലും സൈൻ ഈ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുക സൈൻ 1 മൈനസ് എൻ പൈ, അത് 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. ഇതിനും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പൈ ആണ്, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് 0 ആയി പോകും, കംപ്ലീറ്റ് 0 ആയി പോകും. എപ്പോൾ എന്നിന് 1 അല്ല വാല്യൂ എങ്കിൽ ഈക്വൽ ടു 0 n നോട്ട് ഈക്വൽ ടു 1. അതാണ് ഈക്വൽ ടു 0 വെൻ n നോട്ട് ഈക്വൽ ടു 1. ഇനി n ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മളിവിടെ n ഈക്വൽ ടു 1 കൊടുത്ത് നോക്കണം ഇവിടെ. അപ്പോൾ 1/π എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായും 1 മൈനസ് 1 0x ആണ്. ഇതാ 1 cos 0 മൈനസ് ഇവിടെ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല ഇവിടെ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ cos n ഈക്വൽ ടു ഓക്കെ അവിടെ cos 1 കൊടുത്തത് 2x ആണ്. 1 പ്ലസ് 1 അപ്പോൾ cos 2x അങ്ങനെ കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ 2 പുറത്തോട്ട് വന്നു. അപ്പോൾ 2π ആയി. ഇനി cos 0 അത് തന്നെ 1 ആണ്. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? x കിട്ടും. ഇനി ഈ മൈനസ് ഇവിടെയുണ്ട്. ഇത് cos 2 ആണ് കേട്ടോ, ഇത് 1 ആണ്. n ഈക്വൽ ടു 1 ആയിക്കോട്ടെ. n ഈക്വൽ ടു 1. ദെൻ സൈൻ 2x n ഈക്വൽ ടു 1 ആണ്. n ഈക്വൽ ടു 1. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വാല്യൂ 0 ആയി പോവും. സൈൻ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ വാല്യൂ 0 ആയി പോകും. ഇവിടെ n ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, 0 ആയി പോകും. ഇവിടെ n ഇട്ടിട്ട് n ഈക്വൽ ടു 1 0 ആയി പോകും. ഇനി എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ആണ്. അപ്പം പൈ ഡിവൈഡ് ബൈ 2π, ഡിവൈഡഡ് ബൈ 2π, പൈയും പൈ 1/2. അപ്പോൾ ബി എന്നിൻ്റെ വാല്യൂ n ഈക്വൽ ടു 1ൽ ബി എന്നിൻ്റെ വാല്യൂ 1/2ഉം n നോട്ട് ഈക്വൽ ടു 1ൽ 0 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. വാല്യൂസ് എല്ലാം എന്താണ്? എ നോട്ട് ഓക്കെ. നമുക്ക് എന്താ വേണ്ടത്? എ നോട്ട് നമുക്ക് കിട്ടി. നമുക്ക് ഓരോന്ന് എഴുതാം. എ നോട്ട് എന്താണെന്ന് നോക്കാം. എ നോട്ട് 2/π ആണ്. എ നോട്ട് ഈക്വൽ ടു 2/π. ദെൻ an ഈക്വൽ ടു എന്താ? an ഈക്വൽ ടു ഇതാണ് 2/π ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 മൈനസ് n സ്ക്വയർ. 2/π ഡിവൈഡഡ് ബൈ 2/π ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ 1 മൈനസ്
എൻ സ്ക്വയർ അതല്ലേ 1 മൈനസ് എൻ സ്ക്വയർ എൻ ഈസ് E1 1 മൈനസ് എൻ സ്ക്വയർ എൻ ഈസ് E1 ആൻഡ് ഈക്വൽ ടു 0 എൻ ഈസ് ഓഡ്. അതാണ് എ എൻ്റെ വാല്യൂ. ബി എന്നിൻ്റെ വാല്യൂ ഇതും. ബി എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതാണ് ബി എന്നിൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ ഫോർമുല എന്താ? ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എ നോട്ട് 2/π ആണ്. അപ്പോൾ എ നോട്ട് ബൈ പൈ എന്താ? എ നോട്ട് ബൈ പൈ എന്തായിരിക്കും? 1/π. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/π. അതാണ് ഇത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1/π. ദെൻ ഈ ആദ്യം നമ്മൾ എനവിടെ വെക്കട്ടെ. V1 ചെയ്യാം. V1ൻ്റെ വാല്യൂ എത്രയാ? V1ൻ്റെ വാല്യൂ 1/2 ആണ്. V1ൻ്റെ വാല്യൂ 1/2 ആണ്. ബാക്കിയുള്ള 0 ആണ്. അപ്പോൾ V1 സൈൻ 1x. അപ്പോൾ B1 ഈക്വൽ ടു 1/2 ആണ്. 1/2 സൈൻ 1x അത് കിട്ടി. അപ്പോൾ എ നോട്ടും ബി എൻ എഴുതി. B2 B3 B4 ഒക്കെ 0 ആണ്. B1 മാത്രമേ ഉള്ളൂ. B1 1/2 ആണ്. 1/2 ഇൻറ്റു B1 സൈൻ എക്സ് എഴുതിയാൽ മതി. B1 1/2 ആണ്. B1 ഈക്വൽ ടു 1/2 ആണ്. 1/2 അപ്പോൾ 1/2 സൈൻ എക്സ്. B2 ഒക്കെ 0 ആണ്. ദെൻ നമുക്ക് ഇനി എന്താ എഴുതേണ്ടത്? ഇനി നമുക്ക് എഴുതാനുള്ളത് സിഗ്മ എ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസായി. അപ്പോൾ 2/π ആയി. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ഈ 1 ഇത് പുറത്തേക്ക് എടുത്ത് ഇവിടെ മൈനസ് പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇത് n സ്ക്വയർ -1 എന്നാവും. ഇത് n സ്ക്വയർ -1 എന്നാവും. അപ്പോൾ എന്നിന് ഏതൊക്കെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ? ഈവണ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ -2/π. ഈ -2/π എടുത്തു. ദെൻ ആദ്യത്തെ എന്നിൻ്റെ വാല്യൂ കൊടുക്കുക. ആദ്യത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാ? 2 ആണ്. എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ കോസ് A2 എത്രയായിരിക്കും? A2 ഈക്വൽ ടു 1/2² - 1 1/2² - 1 A2. ബാക്കിയുള്ള -2/π പുറത്തുണ്ട്. 1/2² - 1 കോസ് 2x പ്ലസ് ഇനി എന്നിന് എത്രയാ വാല്യൂ കൊടുക്കുക? എന്നിന് അടുത്ത കൊടുക്കേണ്ട വാല്യൂ ഇവിടെ 4 ആണ്. 3 കൊടുക്കുന്നില്ല. 3 കൊടുത്താൽ 0 ആണ്. 4 ആണ് കൊടുക്കുന്നത്. -2/π പുറത്തുണ്ട്. ഇനി എന്നിന് 4 കൊടുത്തു കഴിഞ്ഞാൽ 1/4² - 1 കോസ് 4x. അടുത്തത് എന്തായിരിക്കും? പ്ലസ് കോസ് 6x ഡിവൈഡഡ് ബൈ 6² - 1 ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് പ്ലസ് കോസ് 8x ഡിവൈഡഡ് ബൈ 8² - 1 ഇതാണ് പോവുക. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. ഇതാ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആണ്. ഇവിടെ π/2 കണ്ടിന്യൂസ് ആണ്. അപ്പം എക്സിന് π/2 കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇത്. അപ്പോൾ എക്സിന് π/2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ π/2 എത്താ സൈൻ π/2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ π/2 ഇതാണ് സൈൻ π/2. എഫ് ഓഫ് π/2 ഈക്വൽ ടു സൈൻ π/2 ഈക്വൽ ടു 1/π. ശ്രദ്ധിച്ചോണം 1/π. ദെൻ 1/2 സൈൻ എക്സ് സൈൻ π/2 ഇതാണ് സൈൻ π/2 മൈനസ് 2/π കോസ് 2 ഇൻറ്റു π/2. ഇത് 2² - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² - 1 അതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ 2² - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അത് 1 × 3 എന്ന് എഴുതി. ഈ 4² - 1 എന്നുള്ളത്
16 മൈനസ് 1 15 ആണ്. അത് 3 ഇൻറ്റു 5 എന്ന് എഴുതി. ഇത് 6 സ്ക്വയർ ആണ്. അത് 36 മൈനസ് 1 എന്നാണ്. അപ്പം 35നെ നമ്മൾ എന്ത് ചെയ്തു? 5 ഇൻറ്റു 7 എന്ന് എഴുതി. ഇത് 8 സ്ക്വയർ ആണ്. 64 മൈനസ് 1 63. അത് 7 ഇൻറ്റു 9 എന്ന് എഴുതി. അതെന്താ 13355779. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ 1/3 എന്ന് എഴുതി, 1 ഇൻറ്റു 3 എന്ന് എഴുതി. ഇതിനെ 3 ഇൻറ്റു 5 എന്ന് എഴുതും. അടുത്തെന്താ കോസ്, അത് ഞാൻ വെറുതെ എഴുതുന്നുള്ളൂ. 6 ഇൻറ്റു π/2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 7 എന്നാണ് വരിക. 5 ഇൻറ്റു 7 അത് നിങ്ങൾ ഓർമ്മ വേണം. അത് നമ്മൾ എഴുതിയത് അങ്ങനെ ഓർമ്മ വേണം. ഓക്കെ. സൈൻ π/2 എത്രയാ? 1. ഈ സൈൻ π/2 എത്രയാ? 1. അപ്പോൾ 1 ഈക്വൽ ടു 1/π, 1 ഈക്വൽ ടു 1/π പ്ലസ് 1/2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1/2, 2/π. ഇത് 2 ഇൻറ്റു കൂടെ പോയി. കോസ് പൈ എത്രയാ? -1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3. ഈ 4ഉം കൂടെ പോയി. 4 ഇൻറ്റു കൂടെ പോയി കഴിഞ്ഞാൽ 2. കോസ് 2π എത്രയാ? 1. അതാണ്. ഇനി ഇത് കോസ് 3π അത് എത്രയായിരിക്കും? -1 ആയിരിക്കും. -1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 7 ഇങ്ങനെ പോവും. ഓക്കെ. ദെൻ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് 2/π -1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഈക്വൽ ടു ഈ 1/2 ഇവിടെയുണ്ട്, 1/π ഇവിടെയുണ്ട്. ഈ 1/2 ഈ 1 പുറത്തേക്ക് പോകുമ്പോൾ 1/2 -1 ദാറ്റ് ഈസ് -1/2. 1/2 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇങ്ങനെ കിട്ടി. ഓക്കെ. ഇത് LCM കണ്ട് 2 - π/2π ഇങ്ങനെ കിട്ടി. ഇനി ഈ പയ്യും കൂടെ പോയി. ഓക്കെ. ദെൻ ഓക്കെ ഇതിങ്ങനെ കിട്ടി. ഓക്കെ. ദെൻ ഈ പയ്യും കൂടെ പോയി. ഇതൊന്നും കൂടെ നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും കൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പയ്യും കൂടെ പോയി. ഈ 2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ 4 ആയി. -1/3 പ്ലസ് 1/3 ഇൻറ്റു 5 ഈക്വൽ ടു 2 - π/4. 2 - π/4. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആകും, ഇത് മൈനസ് ആവും. ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π - 2i. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത വാല്യൂ എന്താ? 1/1 ഇൻറ്റു 3 -1/3 ഇൻറ്റു 5 പ്ലസ് 1/5 ഇൻറ്റു 7 -1/7 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? π - 2/4. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താഴെ എന്താ വരിക? 3 റിപ്പീറ്റ് ചെയ്തു. ദെൻ 5 റിപ്പീറ്റ് ചെയ്തും. ദെൻ 7 റിപ്പീറ്റ് ചെയ്യും. ആൻഡ് സോ ഓൺ. പ്ലസ് ആൻഡ് -7 ഇതാണ്. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ വാല്യൂ എത്രയായിരിക്കും? π - 2/4. വെരി ഇമ്പോർട്ടൻറ്റ്. π - 2/4. ഓക്കെ.